ഹായ് മക്കളെ, നമ്മുടെ പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ? ഡ്രോ എ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ, മാർക്ക് ഓഫ് 1 സെന്റിമീറ്റർ ഫ്രം ദി ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് ആൻഡ് ജോയിൻ ദം. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? മിസ് ആ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ആണ് അല്ലേ? 3 സെന്റിമീറ്റർ, രണ്ട് സൈഡുകളും 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്നിട്ട് അതിന്റെ മുകളിലെ താഴത്തെയും ഭാഗത്തു നിന്നും വശങ്ങളിൽ നിന്നും ഇടത്ത് നിന്ന് 1 സെന്റിമീറ്റർ ഇടവിട്ട് ഒരു കുത്തിട്ടിട്ട് എന്ത് ചെയ്യാം? 1 സെന്റിമീറ്റർ ഒരു കുത്തിയിട്ടിട്ട് എന്ത് ചെയ്യാം? മുകളിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അവിടെ എത്ര കിട്ടി? 1 സെന്റിമീറ്റർ റെക്ടാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണ് മിസ് അവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഇസ് ദ സ്മോളർ റെക്ടാങ്കിൾ? സ്മോളർ റെക്ടാങ്കിളിന്റെ പാർട്ട് എത്രയായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എത്രയായിരിക്കും? 1/3 ആയിരിക്കും. യെസ്, എത്രയാ വരിക? 1/3. ഇനി അടുത്ത് നോക്കൂ, ആൻഡ് ലാർജർ, വലുത് എത്രയായിരിക്കും? ഇവിടെ 1 ഭാഗമാണ്, ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളൂടെ ആക്കാം അല്ലേ? അപ്പൊ എത്രയാ വരിക? 2/3. ഇനി അടുത്ത് കളർ ദ 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. 1/3 റെഡ് കളറും 2/3 ഗ്രീൻ കളറും കൊടുക്കുക. അത് നിങ്ങൾ കളർ ചെയ്യുക കേട്ടോ. ഈസ് ദർ അനദർ വേ ഓഫ് ഡിവൈഡിങ് ഇസ് ദ സ്ക്വയർ ഇൻടു 1/3 ആൻഡ് 2/3 പാർട്സ്? എന്താ പറഞ്ഞത്? ഇവിടെ ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ 1/3 മൂന്നിലൊരു ഭാഗവും 2 ഭാഗവുമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റില്ലേ? അതിനെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആൻസർ കൊടുക്കുക? യെസ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് യെസ് എന്ന് കൊടുക്കുക. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. സിമ്പിൾ ആണ് അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ പാർട്ട് നമ്പർ നമ്മൾ എഴുതണം. ഇവിടെ കളർ ചെയ്തിട്ടുള്ള ഭാഗത്തിന്റെ പാർട്ട് നമ്പർ എഴുതണം. അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ പാർട്ട് നമ്പർ ഏതാ എന്നുള്ളത് നമുക്ക് എഴുതണം. ഡിസ്ക്രൈബ് ദ കളർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 ഡിഫറെന്റ് വേസ് ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിന്റെയും ഫ്രാക്ഷനും അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. നമുക്ക് നോക്കാം, ഇവിടെ ടോട്ടൽ ഓരോ സർക്കിളിനെയും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ പാർട്ടുകളുടെ എണ്ണം എത്രയാ വരുന്നത്? ടോട്ടൽ പാർട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ നമുക്ക് താഴെ 12 എഴുതാം. ഇനി നോക്കി, എത്ര കളർ ചെയ്തിട്ടുണ്ട്? ഇവിടെ 3 ഭാഗങ്ങൾ കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? 3/12 ആണ് അല്ലേ? അപ്പൊ എത്രയായിരിക്കും? അതിപ്പോ ഇതിനെ നോക്കൂ, ഇത്രയും ഭാഗത്ത് ജസ്റ്റ് മിസ് ഒന്ന് വരച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ വരക്കുമ്പോൾ എത്രയാ വരുന്നത്? 4 എണ്ണത്തിൽ ഒരു ഭാഗമല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് ടോട്ടൽ 12 ആണ്. അപ്പൊ 12/12 എത്രയാ വരുന്നത്? 12ൽ 2 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ട്, ഈക്വൽ പാർട്ട് നമ്പർ ആയിട്ട് എങ്ങനെ എഴുതാം? നോക്കൂ, 2 എണ്ണത്തിന് ഒന്നായിട്ടാണ് ഇവിടെ സങ്കല്പിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ 2 എണ്ണം വീതം ഒന്നായിട്ട് വരുമ്പോ എത്രയുണ്ടാവും? 1, 2, 3, 4, 5, 6 എത്രയാ വരുന്നത്? യെസ്, 1/6 എണ്ണത്തിൽ ഒരു ഭാഗം കളർ ചെയ്യാന്നാണ്. അപ്പൊ 1/6, 6ൽ 1 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ നമുക്കറിയാം 12 ആണ്. അപ്പൊ നമുക്ക് 12ൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? 4 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, ഈ 4 എണ്ണത്തിന് ഒരു ഭാഗമായിട്ട് എടുക്കാം. അപ്പൊ എത്രയാ വരിക? ടോട്ടൽ 3 ഭാഗമുണ്ട്, അതിൽ ഒരു ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. മൂന്നിൽ ഒരു ഭാഗം. ഇനി അടുത്ത നോക്കൂ, ഇതിന് എത്രയാ കളർ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ പകുതി ഭാഗം കളർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ടോട്ടൽ 12 ആണ്. 12ൽ 6 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഹാഫ് അല്ലേ? പകുതി. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കൂ, ടോട്ടൽ എത്രയാണ്? 12 ആണ്. 12ൽ എത്രയാ വരിക? എത്ര എണ്ണം ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്? 9 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഈക്വൽ ആയിട്ട് എഴുതാം? നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെ ഒന്ന് വേണമെങ്കിൽ വരച്ചു നോക്കാം. അപ്പൊ എത്രയുണ്ട്? 4 ഭാഗത്തിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ 3/4, 4ൽ 3 ഭാഗം. ഇനി ലാസ്റ്റ് നോക്കൂ, എത്രയാ ഉള്ളത്? ഇവിടെ 12 ആണ്.
12ൽ എത്ര കളർ ചെയ്തിട്ടുണ്ട്? 8 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത് അല്ലേ? 4 4 8 ഭാഗം. 8/12 ആണ്. അതിനെ എങ്ങനെ ഈക്വൽ ആയിട്ട് എഴുതാം? അതിന് ഈക്വൽ ആയിട്ടുള്ളത് എത്രയാണ്? നോക്കൂ, ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഇതിനെ 3 ഭാഗമായിട്ടാണ് നമുക്ക് തിരിക്കിയിട്ടുള്ളത് അല്ലേ? അതിൽ 2 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയാ വരുന്നത്? 2/3. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പാർട്ട് നമ്പർ എഴുതുക. അവിടെ കൊടുത്തിട്ടുള്ള പാർട്ട് നമ്പർ എഴുതുക. അതിന് ഈക്വൽ ആയിട്ട് വരുന്ന നമ്പർ ഏതാണോ അതും എഴുതുക ട്ടോ. നെക്സ്റ്റ് അടുത്തതും ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നോക്കൂ, ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട്. 2 different ways and write both of them as fractions in the box below each picture. ഇവിടെയും ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാനാണ് അല്ലേ? അപ്പൊ നോക്കൂ, എത്ര ഇവിടെ കളർ ചെയ്തിട്ടുള്ളത്? നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാലോ. എത്ര എഴുതുക? ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം. 2 4 6 8 ഉണ്ട് അല്ലേ? അപ്പൊ 2/8. 2/8 ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ചെറുതായിട്ട് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ വരും? 1/1 ഇതിനെ 4 ഭാഗമായിട്ട് എടുക്കാം അല്ലേ? ഇതിങ്ങനെ 4 ഭാഗമായിട്ട് എടുക്കാം. അപ്പൊ എത്ര വരിക? 1/4. അതുപോലെ തന്നെയാണ് ഇവിടെ വരിക. ഇവിടെ എത്ര വരിക? നോക്കൂ, ഇവിടെ പകുതി ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ എത്ര വരിക? ഫസ്റ്റ് നമുക്ക് 4/8 എന്ന് എഴുതാം. അതിന് ഈക്വൽ ആയിട്ട് എത്ര വരിക? ഹാഫ് ആണ് അല്ലേ? പകുതിയാണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 1/2. 2ൽ 1 ഭാഗം. ഇനി അടുത്തത് നോക്കൂ, എത്ര കളർ ചെയ്തിട്ടുണ്ട്? 6 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 8ൽ 6 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന്റെ 3/4 ഭാഗവും കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ 4 ഭാഗമാക്കിയാൽ അതിൽ എത്ര വരും? 3 ഭാഗം വരും അല്ലേ? 3/4. 4ൽ 3 ഭാഗം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതി? പാർട്ട് നമ്പർ എഴുതി. ഇതുപോലെയാണ് നമ്മൾ പാർട്ട് നമ്പർ എഴുതുക കേട്ടോ. പിക്ചർ തന്നിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്.